ഞാൻ ഒരു മിനിറ്റ് പോയിട്ട് വരാം, അതുവരെ എൻ്റെ സ്ഥലം ഒന്ന് പിടിച്ചു വെക്കാമോ? നിങ്ങളൊരു പ്രോഗ്രാമിന് പോകുമ്പം തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറയില്ലേ കസേരയെന്ന് എണീക്കുമ്പം? ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? നിങ്ങൾക്കതെങ്ങനെ ചോദിക്കാം ഈ സ്ഥലം ഒന്ന് പിടിച്ചു വെക്കാമോ എന്ന്? Could you keep my place for a minute? Could you keep my place for a minute? ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ മിണ്ടാതെ ഇരിക്കുക. Keep quiet while I'm on the phone. Keep quiet while I'm on the phone. ഞാൻ അതിയായ തിരക്കിലാണ്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഞാനിവിടെ ഇന്നത്തെ വീഡിയോയിൽ ഡെയിലി ലൈഫ് കോൺവെർസേഷന് പറ്റിയ സെൻറ്റൻസുകളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. തിരക്കിലാണെന്ന് എങ്ങനെ പറയും? I'm swamped. Swamped അല്ല, I'm swamped. ഇതെല്ലാം അസംബന്ധമാണ്. It's all nonsense. It's all nonsense. മടിച്ചു നിൽക്കരുത്. Don't hesitate. മടിച്ചു നിൽക്കരുതിന് don't hesitate. എനിക്ക് ഇതിനെക്കുറിച്ച് എപ്പോഴും ഒരു തോന്നലുണ്ടായിരുന്നു. I always had a feeling about this. I always had a feeling about this. ഇത് മതിയോ? Is this enough? Is this enough? ഇരുട്ടാകാൻ തുടങ്ങി. It started going dark. It started going dark. പെട്ടെന്ന് അവർ മിണ്ടാതെയായി. ഈ വീഡിയോ നിങ്ങൾ പോസ് ചെയ്തിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഡെയിലി കോൺവെർസേഷനിൽ നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ പറ്റുള്ളൂ. Suddenly they went quiet. Suddenly they went quiet. ഞാൻ മുഴുവൻ ദിവസവും പുറത്തായിരുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? I was out all day. I was out all day. നിങ്ങളുടെ തൊഴിൽ എന്താണ്? ആരെങ്കിലും ജോലി എന്താണെന്ന് ചോദിക്കാൻ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? What do you do for a living? What do you do for a living? ഞാൻ അവനെ ഒരു നിമിഷം കണ്ടു. I got a glimpse of him. I got a glimpse of him. ഗ്ലിംസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാണുക. അവൻ നല്ല പെരുമാറ്റമുള്ള ആളാണ്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? He is well mannered. He is well mannered. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. To be honest, I'm a little nervous. To be honest, I'm a little nervous. നീ വീണ്ടും വൈകിയാണ് എത്തിയിരിക്കുന്നത്. You have arrived late again. You have arrived late again. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരാൾക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഈ ഡെയിലി ലൈഫ് കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ പറ്റിയ സെൻറ്റൻസുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. ഇത് ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ പോസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ.